നിരുത്തരവാദിത്ത ടൂറിസം പരമ്പര തുടരുകയാണ്. തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നടക്കുന്നത് ഗുരുതരമായ അനാസ്ഥയാണ്. ടൂറിസ്റ്റ് വില്ലേജിനകത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടെ പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും അധികാരികൾ കണ്ട ഭാവം നടിക്കുന്നില്ല. നിരുത്തരവാദിത്ത ടൂറിസത്തിന്റെ 2ാമത്തെ അധ്യായമാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. 2 ആഴ്ചയായി ഇതിനകത്തേക്കുള്ള പ്രവേശനം സഞ്ചാരികൾക്ക് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ. അതോടൊപ്പം തന്നെ ഈ ടൂറിസ്റ്റ് വില്ലേജിനകത്ത് ഒരു എനർജി ജനറേറ്റർ ഉണ്ട്. മാസങ്ങൾക്ക് മുമ്പ് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ആ ജനറേറ്റർ കാഴ്ച ഇന്ന് കാണിച്ചു തരാം. വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ല് കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി KDISCന്റെ സഹായത്തോടു കൂടി ഇക്വിലിബ്രിയം ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഈ എനർജി ജനറേറ്ററുടെ സ്ഥാപിക്കുന്നത്. മന്ത്രിയാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഒരു 30 കിലോ കൂടുതൽ ഭാരമുള്ളൊരു വ്യക്തി ഈ യന്ത്രത്തിലേക്ക് കയറുകയാണെങ്കിൽ ആ ഭാരം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയും ആ വൈദ്യുതോർജ്ജം വിതരണം ചെയ്യാൻ സാധിക്കുകയും കഴിയും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഉപയോഗമില്ലാതെ കിടക്കുക. അതായത് ഉത്തരവാദിത്ത ടൂറിസത്തിൽ വന്ന നിരുത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ എനർജി ജനറേറ്റർ. അനാസ്ഥകളുടെ തുടർക്കഥയാണ് ടൂറിസം വകുപ്പിൽ നടക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഒത്താശയും ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹായവും കൂടിയായപ്പോൾ കുത്തഴിഞ്ഞ പുസ്തകമായി മാറി. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ പൊതുജനങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനപ്പുറം പ്രവേശനമില്ല. നിരന്തരമായി വേളി ടൂറിസ്റ്റ് വില്ലേജിലെ അനാസ്ഥകളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നതാണ്. ചുരുങ്ങിയത് 50 പേരിലധികം ടൂറിസ്റ്റ് വില്ലേജിൽ ജോലിക്ക് കാണും. ഇവർക്കൊക്കെ വെറുതെ ശമ്പളം കൊടുക്കുക എന്നല്ലാതെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പരിഗണന നൽകുന്നില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും എനർജി ജനറേറ്ററും ഉൾപ്പെടെയുള്ള തട്ടിക്കൂട്ട് വിദ്യകൾ. ദിവസവും 500 പേരെങ്കിലും വേളി ടൂറിസ്റ്റ് വില്ലേജിൽ വരും. അവിടെയാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അവസ്ഥ. നിങ്ങളൊക്കെ കണ്ടതാണ്. അതിനകത്ത് കയറാൻ പറ്റില്ല. നിലവിലിപ്പോൾ പ്രവർത്തിക്കുന്നത് ആ തീവണ്ടി മാത്രമാണ്. നിരുത്തരവാദിത്ത ടൂറിസത്തിന്റെ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയുടെ ഇത്തരം അനാസ്ഥകൾക്കെതിരെയുള്ള പരമ്പര ഇനിയും തുടരും. ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.